നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞു ഇവിടെയുള്ള മുസ്ലിയാക്കന്മാരാണ്, അതായത് അബൂലഹബുമായി ബന്ധപ്പെട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ, അതിൽ ജനനത്തിൽ എന്ന് പറഞ്ഞത്, അത് നിങ്ങൾ ചിലപ്പം മുജാഹിദിൻ്റെ പുസ്തകം വായിക്കാത്തതുകൊണ്ടായിരിക്കും. അമ്മ ജുസ്ഇന് പി കെ മൂസ മൗലവി ഒക്കെ അറിയുന്ന ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 227 പേജ് നോക്കി നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്നത്തിൽ എന്ന് മുസ്ലിയാക്കന്മാരുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, പി കെ മൂസ മൗലവി അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയാണ്. മുമ്പ് പറയണത് എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ അബൂ ലഹബ് ആളാഹദം കാണിച്ചത് കൊണ്ടും അവർക്ക് ശിക്ഷ അത്രത്തോളം ലഘൂകരിക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളതും ഈ അവസരത്തിൽ സ്തുത്യർഹമാണ് എന്ന് പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്താണ്. പിന്നെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, 1930 ജനിച്ച ഒരാൾ, ഇപ്പോൾ 2025, ഏകദേശം അദ്ദേഹത്തിന് ഒരു 95 വയസ്സായിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോയപ്പം അദ്ദേഹം ഇപ്പം ഇങ്ങനെ നോക്കുമ്പം സുന്നി മുജാഹിദിൻ്റെ ഇടയിൽ നബിദിനാഘോഷത്തിൽ ഭയങ്കര തർക്കം എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അദ്ദേഹം 1930 ജനിച്ച ആളാട്ടോ. അങ്ങനെ അദ്ദേഹം ഈ പണ്ടത്തെ അൽമനാറൊക്കെ അദ്ദേഹം ഇങ്ങനെ വായിച്ചിനി. അങ്ങനെ 1950 അൽമനാർ വായിച്ചപ്പം അതിൽ നബിദിനം ആഘോഷിക്കണം എന്ന് അദ്ദേഹം കണ്ടു. അതേപോലെ തന്നെ ന്യൂ അൻസാരി വിശേഷാൽ പ്രതി എന്നുള്ളൊരു പുസ്തകം മുജാഹിദ് 1955 നവംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എം അബ്ദുള്ള കുട്ടി മൗലവിയാണ് എന്ത് ചെയ്തത്, അതിൽ ലേഖനം എഴുതിയത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്താണ് ഈ ആവേശത്തിന് കാരണം. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവലുമായി ബന്ധപ്പെട്ട് പറയാണ്, എന്താണ് ഈ ആവേശത്തിന് കാരണം. അത് മറ്റൊന്നുമല്ല, അവരുടെ മതപ്രവാചകൻ, അതെ പ്രവാചക പരമ്പരയിലെ അന്ത്യപ്രവാചകൻ ഭൂജാതരായിട്ടുള്ളത് ആ മാസത്തിലാണ്. മനുഷ്യവംശത്തിന് സന്മാർഗം കാണിച്ച് കൊടുപ്പാനായി ഒരു സത്യദീനോട് കൂടി വന്നിട്ടുള്ള ലോകാനുഗ്രഹിയുടെ അനുയായികളാണല്ലോ മുസ്ലിങ്ങൾ. അപ്പോൾ ആ മഹാനുഭാവന്റെ ജന്നത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന് ന്യൂ അൻസാരി വിശേഷാൽ പ്രതിയിൽ എം അബ്ദുള്ള കുട്ടി മൗലവി എഴുതി വെക്കാണ്. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ അൽമനാറിൽ നമുക്ക് കാണാൻ സാധിക്കും, സഹോദരങ്ങളെ, 1950 ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ ഈ റബീഉൽ അവൽ 12 ഉദയഗിരി മുതൽ അസ്തമയഗിരി വരെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദം കൊള്ളുകയും ആ വന്ധ്യ മഹാനുഭാവന്റെ സച്ചരിതങ്ങളെ പുരസ്കരിച്ച സ്തുതി കീർത്തനം ചെയ്യുകയും ചെയ്യുന്നു. തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ ലോകൈക മാർഗദർശിയുടെ നേരെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഭക്തി ബഹുമാനാദരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അതെന്താണ്, സ്വാഭാവികമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അവസാനം പറയേണ്ടത്, ഈ പുണ്യദിനം സ്മരിക്കുക വഴി പ്രസ്തുത ദിനത്തിൽ ഭൂജാതനായ ആ ലോകൈ മഹാൻ ലോകത്തിന് എന്തൊരു സന്ദേശമാണോ നൽകിയത് അതിനെ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൃത്യമായി മറ്റെന്താണ് അന്ന് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് അദ്ദേഹം എന്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 95 വയസ്സായ ആളിങ്ങനെ ചിന്തിക്കാണ്, എന്നായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുണ്ടാവുക. അദ്ദേഹം ആദ്യമൊക്കെ പുസ്തകമൊക്കെ വായിച്ചപ്പോഴേ അതിലൊക്കെ നബിദിന ആഘോഷത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയ ആളുകളെ ഇപ്പം എന്തെയാണ് നബിദിന ആഘോഷത്തെ എതിർക്കാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1959 വരെ മുജാഹിദീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തത്? അത് വിദഗ്ധാണെന്ന് ആ നിലക്ക് തന്നെ എന്നാണ് വിദഗ്ധാണെന്നുള്ള നമ്മൾ പറഞ്ഞത് അന്ന് മുതൽ എതിർക്കുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ അനുവദനീയാണെന്ന് പറഞ്ഞല്ലോ, ഇത് ആഘോഷിക്കണമെന്ന് പണ്ട് പറഞ്ഞല്ലോ. 1950 വായിച്ച്, 55 വായിച്ച്, 59 ഞാൻ വായിച്ച്. അതായത് 95 വയസ്സായ ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ചിന്തിക്കണ്ടാവില്ലേ, എൻ്റെ പണ്ട് കാലത്തുള്ള മുജാഹിദ് നേതാക്കളൊക്കെ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ച ആളുകളേനി ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ഓല് നബിദിന ആഘോഷത്തെ എതിർക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ 1959 വരെ അദ്ദേഹം കാണുന്നത് എന്താണ്, നബിദിന ആഘോഷത്തെ അനുകൂലിക്കുന്നത് ആയിട്ടുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ എന്ന് മുതലാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് 1926 സമസ്ത വന്നത് എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം, അതായത് അൽമനാർ എന്താന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഈ അൽമനാറിൽ അടക്കി നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഡേറ്റാണ് പറഞ്ഞാൽ മതി, എന്ന് മുതലാണ്. 1959 വരെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്.
1930 ജനിച്ച ഒരാൾക്ക് ഏതായാലും സംശയം ഉണ്ടാവില്ല. 95 വയസ്സായ മുജാഹിദീങ്ങൾ ആവേശപൂർവ്വം അന്നും ഇന്നും എതിർക്കും നബിദിനാഘോഷത്തിന്. 30-ലും 35-ലും എഴുതിയത് 2025 കട്ട് വായിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അതോടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നത്. അത് ഞാൻ കാണിച്ചോളിക്കും, ഇനി കുറച്ചായിരിക്കും ഒക്കെ എല്ലാം വായിച്ചരാം, എല്ലാ സാധനവും ഒക്കെ വായിച്ചരാം, സ്വസ്ഥമായി ഇരുന്നാൽ മതി. അപ്പോൾ 930 അങ്ങനെ എഴുതി, 35 ഇങ്ങനെ എഴുതി, 50 അങ്ങനെ എഴുതി എന്നിട്ട് ഓരോരുത്തർ വാട്സപ്പിൽ അയക്കും ഓരോ കഷ്ണങ്ങൾ. എന്നിട്ട് അതിങ്ങനെ കൊണ്ടെടുക്കുക, അത് വായിക്കുക, എന്നിട്ട് അവൻ മുജാഹിദ് എന്താ കാട്ടുക. ഇനി തിരിച്ചാലോചിച്ച് നോക്കുക. 926 സമസ്ത ഉണ്ടാക്കിയപ്പോൾ 100-ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ. 26 വരുന്ന സുന്നിയും ഇപ്പോഴത്തെ സുന്നിയും തമ്മിൽ എന്താ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. 26 വന്ന സുന്നാട് എഴുതിയാൽ തന്നെ ഇസ്തിഗാസ പാടില്ല എന്നാ, ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുന്നില്ല എന്നത്. ഒരു നബിയാകട്ടെ വലിയാകട്ടെ മരമാകട്ടെ അവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിം പറയുകയില്ല എന്നാണ് സമസ്തൻ്റെ അന്നത്തെ സെക്രട്ടറി റഷീദ് മൂസ മുസ്ലിയാർ എഴുതിയത്. അത് വായിച്ചിട്ട് പോകാൻ നിങ്ങളെ വല്ലിപ്പ ഇപ്പം നിങ്ങളെ വിശ്വാസം പറഞ്ഞാൽ തല്ലിട്ട് നോക്ക്. നിങ്ങളിപ്പോൾ വിശ്വാസം പറഞ്ഞു കൊടുത്താൽ ഇനി അങ്ങനൊന്നും പോകണ്ട. ഇപ്പം പേരോട് മുസ്ലിം അടക്കം ഇപ്പം എതിരായില്ല, കൊടുത്ത കഴിവൊന്നും കിട്ടിയില്ലേ. ഇത്രയും കാലം പറഞ്ഞ കൊടുത്ത കഴിവ് എന്നാണ്. ഇപ്പം സമസ്തൻ്റെ പഴയ വാദം പറയാൻ എന്ത് പറഞ്ഞാലും നൗഷാദ് മുസ്ലിം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും വിട്ടുകഴിഞ്ഞ്. ഇപ്പം കൊടുത്ത കഴിവ് പറയാൻ പറ്റില്ല എന്ന്. ഞാൻ കൊടുത്ത കഴിവിന് പരിധി വെക്കണം എന്നെടുത്തായി. അതിപ്പോൾ എന്ന് മുതലാ വെച്ചാലോ, അത് എന്ന് മുതലാ പ്രശ്നം വന്നത്? പണ്ട് പറഞ്ഞാൽ ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബിന് ആയത്തോതിയിട്ടാണ് പറഞ്ഞത്, കണക്കില്ലാതെ കൊടുക്കും. അവിടെ കൊടുത്ത കഴിവിന് സഹായിക്കുന്നതാണ്. പിന്നെ സി എം മടവിന് കഴിവാണ് കൊടുത്ത് പിടുത്തം വിട്ടപ്പോൾ ഇപ്പോൾ നിവൃത്തിയില്ല. ആകാശം ഭൂമി മുഴുവൻ മൂപ്പര കയ്യിലായപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഉത്തരവില്ലാതായപ്പോഴാണ് ഇപ്പം ചില മനുഷ്യന്മാർ അങ്ങനെ പറയാൻ പറ്റൂല, കൊടുത്ത കഴിവ് അങ്ങനെ പരിധിയില്ലാതെ കൊടുത്താൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊടുത്ത കഴിവിന് പരിധി വെച്ചത്. കറാമത്തെ മുഴുവത്തിന് വരെ ഇപ്പം പരിധി വെച്ചു. അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളില്ല പറയാൻ പറ്റുള്ളൂ, മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പറയാൻ പറ്റുള്ളൂ, അല്ലാത്ത പറയാൻ പാടില്ല എന്ന് പേരോട് മുസ്ലിം അലവി സഖാഫിയും പ്രസംഗിക്കുന്നതിലേക്ക് ഒരേ മനുഷ്യന്മാരെത്തിയില്ലേ. 1930 ജനിച്ചവനും 2025 ജനിച്ചവനും തമ്മിലല്ല, ഒരേ മനുഷ്യന്മാരാണ്, ഒരേ പ്രസംഗം, ഒരേ മനുഷ്യൻ രണ്ടും വരുന്നത്. പേരോട് മുസ്ലിം പഴയ പ്രസംഗം പുതിയ പ്രസംഗം കൂടി നൗഷാദ് മുസ്ലിയുടെ ക്ലിപ്പ് അത് കേട്ടാൽ മതി. മുപ്പത് ഒരു പ്രസംഗം കേട്ടു നോക്കി, പേരോടിൻ്റെ 10 ക്ലിപ്പേ ഉണ്ടാവും. പേരോട് പണ്ടെന്നല്ല, ഒരു 4-5 കൊല്ലം മുമ്പ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പം അതാ മാറ്റി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ. അപ്പം ഈ 30, 40, 50 കട വെക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആരെവിടെ എഴുതിയാലും അത് പ്രമാണക്ക് യോജിക്കുന്നില്ല. അൽമനാറിൽ വന്നാലും വേണ്ടില്ല, എവിടെ വന്നാലും വേണ്ടില്ല, അത് ശരിയല്ല എന്ന് ചിന്തിക്കാൻ ബുദ്ധിയുള്ളവരെ മുജാഹിദ് ആവുള്ളൂ. പണ്ട് എ പി പറയുന്നുണ്ട്, ഒരു ആവറേജ് ബുദ്ധിയുള്ളവരെ മുജാഹിദ് ആവുള്ളൂ എന്ന്, അല്ലാത്ത മുജാഹിദ് ആവില്ല. അൽമനാറിൽ വന്നാൽ സമീന വാത്തഴന അത് മുജാഹിദിൻ്റെ നിലപാടല്ല. എവിടെ വന്നാലും നേർപ്പത്തിൽ പറഞ്ഞാലും എവിടെ എഴുതിയാലും, നീ ഇവിടെ പറഞ്ഞാലും ശരി, ഇവിടെ പ്രസംഗ മധ്യ ഒരു വിഷയം പറഞ്ഞാലും അത് പ്രമാണ വിരുദ്ധമാണോ, ഈ നാടന്മാർ എടുക്കാൻ പറയും, അത് ശരിയില്ല, ഒട്ടങ്ങളെ പറഞ്ഞത് ശരിയില്ല എന്ന് പറയും. അതാണ് മുജാഹിദ് തന്നെ, ജിഹാദ് ചെയ്യുന്നവരാണ്. ഞങ്ങൾ മുക്കല്ലിദീങ്ങളല്ല. അതുകൊണ്ട് തന്നെ തെറ്റ് അബദ്ധം എവിടെ വന്നോ അത് അബദ്ധമാണ് എന്നും പറയും. ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ അൽ മുർഷിദിൽ, അൽ ഇർഷാദിൽ, അൽ മനാറിൽ ഒക്കെ ആദ്യകാലത്ത് വന്നിട്ടുണ്ട്. ശരി തന്നെയാണ്. എന്നാൽ അതെന്നെ മുഴുവൻ വായിച്ചാലോ, അത് കംപ്ലീറ്റ് ആണ് വായിച്ചാൽ ഇപ്പം പറഞ്ഞ മൗലീദും അതും യാതൊരു ബന്ധം ഉണ്ടാവില്ല. കുറച്ച് ഭാഗം ഒരു പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊക്കെ പറയാനുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ലേഖനം ഫുള്ളായിട്ട് വായിച്ചാൽ പൂർണ്ണമായും പൊളിഞ്ഞു പോണ രൂപത്തിലാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ അതിന് മുമ്പുള്ള അടക്കം 1930 ജനിച്ച മനുഷ്യരല്ലേ, 30 അറിഞ്ഞാൽ മുസ്ലിം ഞാൻ കാണിച്ചു തരാം. അതിൽ ജനിച്ച അന്നേരം ആയിക്കോട്ടെ, ഞാൻ അയക്ക് പിന്നെ 50-ാമത് 20 വയസ്സായില്ലേ, അതിന് മുമ്പ് തന്നെ ആയിക്കോട്ടെ. അവിടെ മുതൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾ പറഞ്ഞ മൗലിദും അതൊന്നും യാതൊരു ബന്ധമില്ല എന്നാണ്. 2 ലേഖനങ്ങളാണ്. ഒന്ന് താരീഖുൽ മൗലിദി വഹുക്മുഹു എന്ന ഒരു ലേഖനം, മറ്റൊന്ന് തഅബിയത്തുൽ മുസ്ലിമീൻ ലിസ്തിഖ്ബാൽ റബീഉൽ അവ്വൽ എന്ന ലേഖനം. ഇതാണ് അതിൻ്റെ ഒക്കെ അസ്ലി. ഞാൻ അൽമനാറിൽ വന്നാലും അതിനപ്പുറത്തെ അൻസാരി സ്പെഷ്യൽ പതിപ്പിൽ വന്നാലും അല്ലാത്ത ഏതൊരു വന്നാലും അതിനെല്ലാം അടിസ്ഥാനം ഇതാണ്. അവിടെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പൊതുവായി പരാമർശിക്കുന്നുണ്ട്. ശരിയാണ്, പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കുവാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ആനന്ദ തുന്നിതരായി ഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുക. അത് നിങ്ങൾക്ക് അനുകൂലമായി വാദിക്കാൻ പറ്റിയ ചില വാചകമായിട്ടുണ്ട്. ശരി തന്നെയാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അപ്പം നബി ജനിച്ചതാണ്, നബിയുടെ പ്രബോധനം, നബിയുടെ ദൗത്യം, നബിതങ്ങൾ വന്നിട്ട് നാട്ടിൽ ചെയ്ത സേവനങ്ങൾ, നബിതങ്ങളുടെ പ്രബോധനത്തിൻ്റെ അസ്ല് തൗഹീദ്, ഇതൊക്കെ അവിടെ പറഞ്ഞു. നബിയുടെ സ്വഭാവ ഗുണങ്ങൾ ഇതെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇന്ന് നടക്കുന്ന മൗലിദ് സദസ്സും പറഞ്ഞു. ഇതിനുശേഷം പറയാണ്, ഈ മജ്ലിസിൽ മൗലിദിൽ അഥവാ മൗലിദ് സദസ്സിൽ ദീനിയായ സ്വഹീഹായ ദീൻ അറിയുന്ന ആലിമുകൾ ധാരാളം കൂടിയിരിക്കണം. മൗലിദ് സദസ്സിലെ ആലിമീങ്ങൾ കൂടിയിരിക്കണം എന്നാണ്. ബാക്കി വായിക്ക് മനസ്സിലാവും.
അവരുടെ ഉപദേശങ്ങൾ മുറക്ക് നടക്കണം. മുസ്ലിങ്ങളിൽ ദീനിയായ ചൈതന്യം അനുകരിപ്പിക്കണം. അന്ധവിശ്വാസങ്ങളും കള്ളങ്ങളും ഉൾക്കൊണ്ട യാതൊന്നും അവർ പറയുകയില്ല. കള്ളക്കഥകളും ഉറപ്പില്ലാത്ത റിവായത്തുകളും അവർ ആ ബഹുമാന സദസ്സിൽ പറയുകയില്ല. ശരിയായ ആലിമുൽ ഹക്കിനറിയാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കളവ് പറയുന്നത് മൂബിക്കാത്തിൽപ്പെട്ടതാണെന്ന്, ദീനിൽ അടിയുറപ്പില്ലാത്തത് പറയൽ തെറ്റാണെന്ന്, ലഈഫ് സ്വഹീഹാണെന്ന് പറയൽ കുറ്റകരമാണെന്ന്, ആഖിറത്തിലേക്ക് വെടികാട്ടുന്ന സ്വാലിഹായ ആലിമ് ജനങ്ങളെ വഞ്ചിക്കുകയില്ല എന്ന് പറഞ്ഞ ആലിമിനെ കുറിച്ച് ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നാൽ ഇന്നത്തെ നില പരിതാപകരമാകുന്നു. 936 ഇന്നത്തെ നില പരിതാപകരമാകുന്നു. നമ്മുടെ ആലിമുകൾ വിവരമില്ലാത്തവരായി തീർന്നിരിക്കുന്നു. വിവരമുള്ളവർ ദീനിനെപ്പറ്റി ഭയമില്ലാത്തവരായും ചമഞ്ഞിരിക്കുന്നു. ഇത് കാരണത്താൽ ജനങ്ങളുടെ സ്വാധീനം ലഭിക്കുവാനായി ഇല്ലാത്തത് ഉണ്ടെന്നും ഉള്ളത് ഇല്ലെന്നും പറഞ്ഞ് ജനങ്ങളെ വഴിപഴിപ്പിക്കുന്നു. ആലിമുകൾ ഈ വിധത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്ത ഭാവിയിൽ ഇസ്ലാമിനെ പറ്റി പേടിയുള്ളവർ ഉണ്ടായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് അടുത്ത ഭാവിയാണ്, ആ ഭാവിയാണ് അതാണ് ഇപ്പോൾ. എന്നിട്ട് പറയാം, ഇസ്ലാം ദീനിൻ്റെ മൂലതത്വം ഗുരുവിൻ്റെ വാക്കുകളെ പിഴവാണെങ്കിലും അന്ധമായി സഹായിക്കുക എന്നതല്ല. മഴ്സൂമല്ലാത്ത ആരിലും പിഴവ് വരാമെന്നും, എന്നാൽ അത്തരം വല്ല പിശകും ഗുരുവിലോ അതിനേക്കാൾ വലിയ ഒരാളിലോ വന്ന് വശായിക്കണ്ടാൽ അത് തിരുത്തി സത്യം വെളിപ്പെടുത്തി ഇസ്ലാമിൻ്റെ പരിശുദ്ധിയെ സംരക്ഷിക്കുക എന്നതാണ്. ഇതാണ് അസുര്. കണ്ടോ, ഇതാണ് മുജാഹിദ് എന്നും പഠിപ്പിച്ച അസുര്. ഗുരുവായിട്ട് അതിനേക്കാളും വലിയ ആളാവട്ടെ, ആര് പറഞ്ഞാലും അബദ്ധമാണോ പിഴവാണോ അത് സ്വീകരിക്കേണ്ട കാര്യമില്ല, അത് ന്യായീകരിക്കേണ്ട കാര്യമില്ല എന്ന് അന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈ രംഗത്തിനും ബാധകമാണ്. എന്നിട്ട് പറയാം, നമ്മുടെ മൗലിക സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. സംഭവ ബഹുലങ്ങളാൽ നിധികൃത്യമായ നബി ചരിത്രം ഉണ്ടായിരിക്കെ യാതൊരു അടിയുമില്ലാത്ത കള്ളക്കഥകളും കള്ളരിവായത്തുകളും പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ആലിമുകൾ തുനിയുന്നത് ഒട്ടും ശരിയല്ല. ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന മൗലിക കിതാബിൽ സ്വഹീഹായ യാതൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാണെന്ന് ഒരുപക്ഷെ പലരും തെറ്റിദ്ധരിച്ചേക്കും. ഈ തെറ്റിദ്ധാരണക്ക് കാരണം നമ്മുടെ ഉലമാഇന്റെ മൗനാനുമതിയാകുന്നു. അവർ സ്വഹീഹായ പ്രസ്താവനകൾ അടങ്ങിയിട്ടുള്ള കിതാബാണ് തയ്യാറാക്കി കൊടുക്കേണ്ടിയിരുന്നത്. അതവർ ചെയ്തില്ല. ദഈഫും മൗദൂആത്തും തരപ്പെടുത്തി കൊടുക്കേണ്ടിയിരുന്നു. അതും അവർ ചെയ്തില്ല. ഇത്തരക്കാരാണോ മുസ്ലിം സമുദായത്തെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്? ഇവർ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നതെന്ന ആശങ്കയ്ക്ക് ഇവിടെ ഇടമുണ്ട്. അങ്ങനെ ധാരാളം ആലിമുകളെ പറ്റി പറയാണ്. ഇതിന് ശേഷം പറയാം, നമ്മുടെ ആലിമുകൾ എന്ത് ചെയ്യട്ടെ, നമ്മുടെ ആലിമുകൾ വഴിപഴിച്ചു പോയി. ഇനി അള്ളാഹു തന്നെ അവരെ നേർമാർഗത്തിലാക്കണം, അവർക്ക് സൽബുദ്ധി നൽകണം. എന്നിട്ട് അതിനു വേണ്ടി പിന്നെ ദുആ ചെയ്യാണ്. ആലിമുകൾ നന്നാകാനും സൽബുദ്ധി കിട്ടാനും വേണ്ടി പിന്നെ ദുആ ചെയ്യാം. എന്നിട്ട് നോക്കാം, നമുക്ക് നമ്മുടെ മൗലിക കിതാബിനെ പറ്റി ചുരുങ്ങിയൊരു നിരൂപണം നടത്താം. ഞാൻ മുമ്പ് പറഞ്ഞതിൽ നിന്നും അതിൽ വിവരിച്ച യാതൊരു റിവായത്തും സ്വഹീഹല്ല എന്ന് ഗ്രഹിച്ചിരിക്കുമല്ലോ. എന്നാൽ ഇതിൻ്റെ അർത്ഥം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുണ്ട്, ആമിന ബീവി ഉമ്മയാണ്, അബ്ദുള്ള വാപ്പയാണ്, ഹലീമ ബീവി മുല കൊടുത്തിട്ടുണ്ട് എന്നീ ഓരോന്നെടുത്ത് ഇതെല്ലാം കളവാണോ എന്ന് മുട്ടുചോദ്യം ചെയ്ത് സംതൃപ്തി അടയുന്ന മാതിരി അല്ല. ഇത്തരം ചില ചോദ്യങ്ങൾ കുബുദ്ധികളായ ചില മുസ്ലിയാക്കന്മാർ ചെയ്തേക്കാം. എന്നാൽ ഒരു സംഭവം വിവരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചില കള്ളഭാഗങ്ങളും ഉൾക്കൊണ്ടിരിക്കുമെന്ന അർത്ഥത്തിലാകുന്നു. മങ്കൂസിൽ ഉള്ള ആദം നബിയുടെ തവസ്സുല്, നൂഹ് നബിയുടെ ഇസ്തിഗാസ, ആമിന ബീവി മലക്കളെ കണ്ടത്, അമ്പിയാക്കന്മാർ കടന്നു ചെന്നത്, പേരിടുവാൻ കൽപ്പിച്ചത്, കുന്തു നൂറൻ എന്ന ഹദീസ്, ഇതെല്ലാം ദഈഫാകുന്നു. ചിലത് മൗദൂഉമാകുന്നു. കഅബുൽ അഹ്ബാന്റെ ഹദീസ് മൗദൂ ആകുന്നു. വറുവിയ അന്ന ആമിന റഅത് എന്ന റിവായത്തും മൗദൂ ആകുന്നു. ഫാരിസിലെ തീ കെട്ട വിവരം മൗദൂ ആകുന്നു. യഹ്യ ഇബ്നു ഉർവത്തിന്റെ പ്രസ്താവന ദഈഫാകുന്നു. ഉസ്മാൻ ഇബ്നു ഹുവൈസിന്റെയും അങ്ങനെ തന്നെ. ഇബ്നു ഇസ്ഹാഖിന്റെ പ്രസ്താവനയും ദഈഫാകുന്നു. എന്നാൽ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിതാനിനായി വിളിച്ചുകൂട്ടിയ സദസ്സായിരുന്നു എന്നത് അല്പം നന്നു. ആ വിധത്തിൽ ഹാക്കിം വിവരിച്ചിട്ടുണ്ട്. ഫലമ്മാക്കാന വഖ്തു ദുഹൂരിഹി എന്നത് മൗദൂ ആകുന്നു. അലി ഇബ്നു സൈദിന്റെ കഥ ശരിയോ തെറ്റോ നമുക്ക് തീരുമാനിക്കാവുന്നതല്ല. അദ്ദേഹം സംഭവം ആരോട് പറഞ്ഞു എന്ന് നോക്കേണ്ടതുണ്ട്. ഇനി മങ്കൂസിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ്, അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തത് എന്നും അറിയണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം മങ്കൂസ് ഓതുന്നത് കള്ളങ്ങൾ ഉരുവിടലാണ് എന്ന്. അത് ആലിമുകൾ ചെയ്യുന്നത്
മഹാപാപമാണ് എന്ന് അവർ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ ഞങ്ങൾ ആ വിഷയത്തിൽ ആലിമല്ലായിരുന്നു എന്ന് അവർ ജനങ്ങളെ തെര്യപ്പെടുത്തണം. ഇനി നമുക്ക് മേൽ പ്രസ്താവിച്ച വിഷയങ്ങൾ സംബന്ധിച്ച് തന്നെ ഒന്നുകൂടി കൂലങ്കഷമായി പരിശോധിക്കാം. അവ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ? ഇല്ല. മറ്റു സിഹാകളിൽ ഉണ്ടോ? അതിലുമില്ല. ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ദഈഫുമാകുന്നു. അവകളിൽ സ്വഹീഹാണെന്ന് പറഞ്ഞ യാതൊരു ഹദീസും സിഹാഹിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. അവകളിൽ കാണിച്ച ദഈഫായ അഥവാ മൗദൂആയ റിവായത്തിൽ മിക്കതും ദലായിലുൻ നുബുവ, ഖസായിസുൻ നുബുവ, അൽ ഹസൻ നുബത്തുൽ കുബ്ര സുയൂത്തി, കിതാബ് ഇബ്നു അസാക്കിർ, കൻസുൽ ഉമ്മാൽ മുതലായ കിതാബിൽ ഉള്ളതാകുന്നു. പിന്നെ ആ കിതാബിനെ പറ്റി പറയാണ് എന്താ അതിൻ്റെ വശം എന്ന് പറയുന്നത്. എന്നിട്ട് ഓരോ മൗലിദും ഇങ്ങനെ കീറിപ്പൊടിക്കുക അദ്ദേഹം. എന്നിട്ട് അവസാനം പറയാണ് ഈ ഹദീസുകളിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൗലിദുകളിലായി കാണാം. എല്ലാറ്റിൻ്റെയും അടി ഒന്ന് തന്നെ. ഇതാണ് 1936 പഠിപ്പിച്ചത്. അപ്പോൾ അന്ന് ജനിച്ച മുജാഹിദ് നല്ല ബോധം ഉണ്ടാവും. ഒരു ബേജാറ് ഓൻ്റെ കാര്യത്തിൽ വേണ്ട. ഈ ലേഖനം വായിച്ചൊരു മുജാഹിദ് മങ്കൂസ് ഓതാനും വരൂല, മൗലിദ് കിതാബ് കണ്ട അപ്പ കല്ലെടുത്തെറി. ആ കോലത്തിൽ അന്ന് ഓലൊക്കെ മുജാഹിദ് ആയത്. അന്ന് ഓലൊക്കെ മുജാഹിദായി ദീപനാണല്ലോ. അല്ല, അന്ന് മുജാഹിദായ മുജാഹിദുകളൊക്കെ പടപടെ നബിദിനാഘോഷിക്കുന്നു അല്ലല്ലോ. ഈ വക ലേഖനം വായിച്ചിട്ടന്നെ ഓലൊക്കെ മുജാഹിദായത്. എന്നിട്ടാണ് അവരൊക്കെ മൗലിദ് കിതാബ് ഒന്ന് ചുട്ടരിച്ച് കളഞ്ഞത്, അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത്. 95 വയസ്സായ മുജാഹിദാണെങ്കിൽ നമ്മളെക്കാൾ ആവേശത്തിൽ പോകണ്ടാവും ഇപ്പതിൽ എതിർക്കാൻ. അല്ല, ആ കാര്യത്തിൽ ബേജാറ് വേണ്ട. പക്ഷേ ഇപ്പം നല്ല ചിന്തിക്കാൻ തൻ്റെ ഇടമുള്ള ഈ നല്ല ആരോഗ്യമുള്ള പ്രായത്തിൽ ഈ ശിർക്കും ഖുറാഫാത്തും കൊണ്ട് നടക്കല്ലേ. 95 വയസ്സായിട്ട് പിന്നെ അന്ന് ആലോചിച്ചത് കാര്യം ഉണ്ടാവില്ല. അപ്പം മാറാൻ പറ്റിക്കോളുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് യുവത്വമുണ്ട്, ആരോഗ്യമുണ്ട്, ചിന്തിക്കാൻ ശേഷിയുണ്ട്. ഇപ്പം ചിന്തിക്കുക എന്തിനാ പഠിച്ചോനെ ഈ വക ഖുറാഫാത്തിന് ഇനി ഞാൻ അന്ന് വരെ മുജാഹിദ് വരെ എഴുതി ഇതാണ് മങ്കൂസിലുള്ളത്. ഇതല്ലാന്ന് ഇപ്പം നിങ്ങൾക്ക് വാദമില്ലല്ലോ. മങ്കൂസിലേക്ക് ഇറങ്ങിയാൽ, സലഫ്നാമിലേക്ക് ഇറങ്ങിയാൽ, മൗലിദ് കിതാബിലേക്ക് ഇറങ്ങിയാൽ ഇത് തന്നെ ഉള്ളതെന്ന് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് അദ്ദേഹം അവസാനം പറഞ്ഞത് ഈ ഹദീസിലൊക്കെ വന്ന ഈ കള്ളത്തരങ്ങൾ, ഈ മൗദൂഉം ദഈഫുമായി വന്ന ഈ ഹദീസിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൗലിദുകളായി കാണാം. എല്ലാത്തിൻ്റെയും അടി ഒന്ന് തന്നെ. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഒന്നാണ്. ഈ കള്ളക്കഥ എല്ലാത്തിനുള്ളത് അവിടെ ഇതൊന്നുമല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കുകയും പിന്നെ എന്താ വേണ്ടത് അന്ന് ഓല് നബിദിനാഘോഷം സംഘടിപ്പിച്ചു. ശരിയാണ്. അതെന്താ? നമ്മളിന്ന് ഈ മുഖാമുഖം വെക്കണ പോലെ ഓല് അന്നൊരു പരിപാടി വെച്ചു നബിൻ്റെ ശരിയായ ചരിത്രം പഠിപ്പിക്കാൻ. അതിന് അവർ നബിദിനാഘോഷം എന്ന് പേരിട്ടു. അത് ശരിയാ. ആ കാലത്ത് ഓരങ്ങനെ നബിദിനാഘോഷം എന്ന് പേരിട്ട് അങ്ങനെ അപ്പളങ്ങളെ പോലത്തെ വരുള്ളൂ. അപ്പോഴേ വരുള്ളൂ. അതുകൊണ്ടായിരിക്കണം അല്ലാഹു അഅലം. എന്നിട്ട് അവിടെ നബിൻ്റെ ശരിയായ ചരിത്രം പഠിപ്പിച്ചു. ഇതൊന്നുമല്ല വായിക്കേണ്ടത്, ഇങ്ങനൊന്നല്ല വേണ്ടത്, ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് നബിയുടെ ശരിയായ സുന്നത്തിനെ പഠിപ്പിക്കുകയും ശരിയായ സീറ പഠിപ്പിക്കുകയും ഈ മൗലിദ് കിതാബൊക്കെ കള്ളക്കഥയാണ്, ഇതൊന്നും ഓതി പരലോകം കളയണ്ട എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ആ മൗലിദ് സദസ്സിൽ പങ്കെടുത്ത പലരും മുജാഹിദായി മാറി. അത് അന്നോൾ ചെയ്തതാണ്. അതൊരു പക്ഷേ നമുക്കത് അങ്ങനെ വേണ്ടില്ല എന്നുമാണ് ഇപ്പം പറഞ്ഞ അർത്ഥമില്ലല്ലോ, അത് കഴിഞ്ഞ് പോയി. ഏതായിരുന്നാലും ഇത് സുന്നത്താണ് എന്നോ ഇത് ചെയ്യേണ്ടതാണ് എന്നോ ഇത് ഖുർആൻ തെളിവുണ്ട് എന്നോ ഇത് ഹദീസ് തെളിവുണ്ട് എന്നോ ഇത് സ്വഹാബികൾ ചെയ്തുവെന്നോ താബിഈങ്ങൾ ചെയ്തുവെന്നോ എന്നൊന്നും ഒരു മുജാഹിദും ഒരു കാലത്തും എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയോടത്തൊക്കെ അത് വ്യക്തമായി പറഞ്ഞിട്ട്. അത് 2ാമത്തെ ലേഖനം താരീഖുൽ മൗലിദി വഹുക്കുമുഹു. അവിടെ താരീഖുൽ മൗലിദിൻ്റെ താരീഖ് പറഞ്ഞു എന്ന് മുതലുണ്ടായി എന്ന് പറഞ്ഞിട്ട് കണ്ടോ. തുടക്കം തന്നെ ഈ ആചാരം ഹിജ്റ 6-ാം നൂറ്റാണ്ട് അവസാനത്തിലോ 7-ാം നൂറ്റാണ്ട് ആദ്യത്തിലോ മൂസൽ സംസ്ഥാനത്തിൽ ഒരു പ്രധാന പട്ടണമായ ഇർബദിലെ രാജാവായിരുന്ന അൽ മലിക്കുൽ മുഅല്ലം മുളഫറുദ്ദീൻ അബൂ സഈദ് അബുൽ ഹസൻ റഹിമഹുല്ലാഹ് അവർകളാൽ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ളതാകുന്നു എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹം 586-ൽ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അൽ ഫാത്തിഹുസ്ഥാനി ബൈത്തുൽ മുഖദ്ദിസ് റഹിമഹുല്ലാഹ് അവർകളാൽ ഇർബദിലെ അധികാരസ്ഥനായി നിശ്ചയിക്കപ്പെടുകയും 630 മരിക്കുകയും ചെയ്തു. അപ്പം മൂപ്പരാണ് ആദ്യം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറയാം. എന്നിട്ട് പിന്നെ മൂപ്പരെ കുറിച്ച് പറഞ്ഞു. നബി തങ്ങളുടെ മൗലിദിനായി മൂപ്പർ ചെലവഴിച്ച് കുറേ പണവും സമ്പത്തൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും കാലത്താകട്ടെ ഏറ്റവും ഖൈറായ കാലമാണെന്ന് നബി തങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ആ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആകട്ടെ ഇസ്ലാം ലോകം മുഴുവനും ഐക്യകണ്ഠേന മുത്തലക്കായ മുജ്തഹിദുകളാണെന്ന് സമ്മതിച്ചിട്ടുള്ളവർ അഹ്ലുസുന്നത്ത് ഇമാമിങ്ങളുമായ ആ മഹാത്മാക്കളുടെ കാലത്താകട്ടെ റബീഉൽ അവ്വലിൽ പ്രത്യേകമായി മൗലിദ് കൊണ്ടാടുക എന്ന ഈ ആചാരം ഉണ്ടായിരുന്നതേ ഇല്ല എന്ന് മനസ്സിലായല്ലോ. കണ്ടോ, നബിയുടെ കാലത്തില്ല, സ്വഹാബയുടെ കാലത്തില്ല, താബിഈങ്ങളുടെ കാലത്തില്ല, ഉത്തമമായ 3 നൂറ്റാണ്ടിലില്ല, അയിമ്മത്തുൽ അർബഈ ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് അവരുടെ കാലത്തുമില്ല എന്ന് മനസ്സിലായല്ലോ. എന്ന ഇപ്പോൾ അന്നതില്ല. എന്നിട്ട് പറയാം, അടുത്ത പേജ് കാണിക്കും. ഇപ്പോൾ മശ്രിഖിലും മഗ്രിബിലുമുള്ള മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും
ഈ മൗലിദ് കഴിക്കുക എന്നത് നല്ലതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പള്ളികളിൽ വെച്ച് മൗലിദ് ഓതുവാനായി അവർ യോഗം കൂടുന്നു. ചില അതിനായി അവരുടെ വീടുകളിൽ സൽക്കാരമുണ്ടാക്കി അവിടേക്ക് സാധിക്കുന്നവരെല്ലാം ക്ഷണിച്ച് അവിടെ വെച്ച് മൗലിദ് കഴിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന ദിവസത്തിൽ തന്നെ ആയിരിക്കുമെന്നുമില്ല. എന്നിട്ട് പിന്നെ ഹുക്മുൽ മൗലിദി, ഇനി ഇപ്രകാരമുള്ള മൗലിദിന്റെ കാര്യത്തിൽ ഉലമാ ഉശറ പറഞ്ഞിട്ടുള്ള ഹുക്മ് എന്താണെന്ന് ചിന്തിക്കാം എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ പണ്ഡിതന്മാർ വ്യത്യസ്തമായ രീതിയിൽ ഇതേക്കുറിച്ച് പ്രതിപാദിച്ച എല്ലാം വിവരിക്കുകയാണ്. ഇതാണ് അന്ന് എഴുതി വെച്ചത്. അപ്പം അതൊക്കെ നേരെ കംപ്ലീറ്റ് ആണ് വിഴുങ്ങിയിട്ട് അതിന് എവിടെയെങ്കിലും കഷ്ണം എടുത്തിട്ട് അവിടെ ഇങ്ങനെ വാചകം ഉണ്ടല്ലോ, നബിനെ ആഘോഷിച്ചു എന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കൊണ്ടാടിയെന്നുണ്ടല്ലോ, അയിമ കൊണ്ടാടാൻ നിൽക്കണ്ട. അവിടെ മുജാഹിദിന് സംശയമില്ല. മറുവശത്ത് ഈ വകത് ബിദഅത്താണ് ഇപ്പം എല്ലാവർക്കും. നിങ്ങൾക്ക് പറയാം, നമുക്ക് പറയാം, നിങ്ങൾക്കും സംശയമില്ലല്ലോ. നബി ചെയ്തിട്ടില്ല, സ്വഹാബകൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ആർക്കാ തർക്കമുള്ളത്? 4 മദ്ഹബിനെ ഇമാമിക്ക് പരിചയമില്ല എന്ന് ആർക്കും തർക്കമില്ലല്ലോ. പണ്ടൊക്കെ റബീഉൽ മാസം വന്ന എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചിരുന്നു. ഹസൻ ബസ്രി പറഞ്ഞു, ഇബ്രാഹിം നഖഈ പറഞ്ഞു, അതേപോലെ അബൂ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു. ഇതിൻ്റെ മഹത്വം ഇപ്പം അതില്ല, അപ്പം അതൊക്കെ പോയി. ഇപ്പം പേരോട് മുസ്ലിം പറഞ്ഞു അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ കിതാബന്നില്ല എന്നാണ് ഉപ്പര് പറഞ്ഞത്. അത് പറയുന്ന കിതാബന്നെ ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം പിന്നെ എന്തിനാണെന്നും ഇല്ലാത്ത, അവർക്കൊന്നും അറിയാത്തത്, പിൽക്കാലത്ത് ഉണ്ടായത്, ഷിയാക്കൾ ഉണ്ടാക്കിയത്, പിന്നെ 600 ജീവിച്ച മുദഫർ രാജാവ് രണ്ടാമത് പുനരാരംഭിച്ചത്, എന്തിനാണ് നമ്മളതിന് ന്യായം പറഞ്ഞിട്ട് എന്നാലും ഇപ്പം നല്ലതല്ലേ, എന്നാലും അങ്ങനല്ലേ, പണ്ടിങ്ങനെ എഴുതിയില്ലേ, അതിന് മുമ്പ് അങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ പോകുന്നത്. ആ എഴുതിയോടത്ത് എവിടെയും നബിയും സഹാബത്തും ചെയ്തുവെന്നോ, താബിഈങ്ങൾ അത് പഠിച്ചുവെന്നോ, മദ്ഹബിലെ ഇമാമിങ്ങൾ പോലും ചെയ്തുവെന്നോ ഒരാളും എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അസ്ലിലേക്ക് മടങ്ങാം. നബി തങ്ങളുടെ മാതൃക എന്താണോ, സ്വഹാബത്ത് നബീനെ പഠിച്ച ദീൻ എന്താണോ, ആ സ്വഹാബത്തിൻ്റെ താബിഈങ്ങൾ പിന്നീട് ഏറ്റുവാങ്ങിയ മതം എന്താണോ അതിലേക്ക് മടങ്ങാം. അതാണ് ഏറ്റവും ഖൈറ്. അതിനുവേണ്ടി പരിശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.